ശബരിമല സന്നിധാനത്തെ അതീവ പവിത്രമായ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും പുണ്യസ്വർണം അപഹരിച്ചുവെന്ന് ഞെട്ടിപ്പിക്കുന്ന കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. കേസിൽ അറസ്റ്റിലായ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ശബരിമലയിലെ കട്ടിളപ്പാളി കേസിലും സമാനമായ രീതിയിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷകൾ നേരത്തെ വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും നിരാകരിച്ചിരുന്നു. ഈ പുതിയ വിധിയിലൂടെ സർക്കാരിനും ദേവസ്വം ബോർഡിനും ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ ഭൂകമ്പത്തിനാണ് തുടക്കമായിരിക്കുന്നത്. സ്വർണ്ണപ്പാളികൾ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്ന വേളയിൽ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ടെന്ന സാങ്കേതിക വാദമാണ് പത്മകുമാർ കോടതിയിലും ഉയർത്തിയതെങ്കിലും അന്വേഷണ സംഘം കൃത്യമായ തെളിവുകളോടെ ഇതിനെ പ്രതിരോധിച്ചു. പത്മകുമാറിന്റെ സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് പങ്കുണ്ടെന്നും ഭരണാധികാരി എന്ന നിലയിൽ നടന്ന ക്രമക്കേടുകളെ കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ അറിവുണ്ടായിരുന്നുവെന്നും വ്യക്തമാക്കുന്ന രേഖകൾ വിജിലൻസ് സംഘം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന ഉന്നത പദവിയിലിരുന്ന വ്യക്തിക്ക് ഈ വലിയ അഴിമതിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നാണ് കോടതി ഈ ഘട്ടത്തിൽ നിരീക്ഷിച്ചിരിക്കുന്നത്. കേസിലെ മറ്റു പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും കോടതി വീണ്ടും 14 ദിവസത്തെ റിമാൻഡിലേക്ക് വിട്ടയച്ചു. ജയിലിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ദ്വാരപാലക ശില്പങ്ങളുടെയും കട്ടിളപ്പാളിയുടെയും സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട 2 ജാമ്യാപേക്ഷകളും ഈ മാസം 14-ന് കോടതി പരിഗണിക്കും. ശബരിമലയിലെ പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിനെതിരെ വളരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് നടത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക മിനിറ്റ്സ് രേഖകളിൽ പത്മകുമാർ മനഃപൂർവ്വം തിരിമറി നടത്തിയെന്നാണ് SIT ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. സ്വർണം പൂശിയ പാളികളെ പിച്ചളപ്പാളി എന്ന രേഖകളിൽ കാണിച്ചിരിക്കുന്നത് വെട്ടിത്തിരുത്തി ചെമ്പുപാളി എന്ന് മാറ്റിയത് പത്മകുമാറിന്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെയാണെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. സ്വർണം കൈമാറുന്നതിനുള്ള ഉത്തരവിൽ അനുവദിക്കുന്നു എന്ന് സ്വന്തം കൈപ്പടയിൽ അദ്ദേഹം എഴുതി ചേർത്തതും അന്വേഷണ സംഘം കണ്ടെത്തി. ഇത്രയും കാലം പത്മകുമാർ ഉയർത്തിയിരുന്ന പ്രധാന പ്രതിരോധം തന്ത്രിയുടെ അനുമതിയോടെയാണ് അറ്റകുറ്റപ്പണികൾ നടന്നത് എന്നായിരുന്നു. എന്നാൽ തന്ത്രി കണ്ഠരര് രാജീവർ അത്തരത്തിൽ യാതൊരു അനുമതിയും നൽകിയിട്ടില്ലെന്നും മഹ്സർ രേഖകളിൽ തന്ത്രിയുടെ ഒപ്പില്ലെന്നുമുള്ള കണ്ടെത്തലുകൾ പത്മകുമാറിന്റെ വാദങ്ങളെ പൂർണ്ണമായും തകർത്തു. കട്ടിളപ്പാളി മാറ്റണമെന്ന ആവശ്യം തന്ത്രി ഉന്നയിച്ചിട്ടില്ലെന്ന് SIT റിപ്പോർട്ടിൽ വ്യക്തമാക്കിയതോടെ ഭക്തജനങ്ങളെയും കോടതിയും തെറ്റിദ്ധരിപ്പിക്കാനാണ് മുൻ ദേവസ്വം ഭരണാധികാരി ശ്രമിച്ചതെന്ന ആക്ഷേപം ശക്തമായിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഉന്നതർ ഈ കേസിലേക്ക് വലിച്ചഴിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ കേരള രാഷ്ട്രീയത്തിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമായി തുടരുക തന്നെ ചെയ്യും.